നിർദ്ദിഷ്ട അതിവേഗ റെയിൽ പദ്ധതിയിൽ കാസർഗോഡ് ജില്ലയെ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധം ശക്തം. കാസർഗോഡിനെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ബഹുജന പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ജില്ലയിൽ നിന്നുള്ള MLA-മാർ മുന്നറിയിപ്പ് നൽകി. ഈ ശ്രീധരനെ കണ്ട ആവശ്യമുന്നയിക്കുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. ഇത് കാസർഗോഡിനോടുള്ള ഒരു തികഞ്ഞ അവഗണനയാണ്. ഇതിന് നേതൃത്വം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച ഈ ശ്രീധരനെ കണ്ട് ഈ ആവശ്യം ഞാൻ ഉന്നയിക്കും. കാസർഗോട്ടെ ജനവികാരം അവരെ ബോധ്യപ്പെടുത്തും. അതുകൊണ്ട് ഈ പുതിയ റെയിൽവേ പാത കാസർഗോഡല്ല, കഴിയുമെങ്കിൽ മംഗലാപുരം വരെ നീട്ടണം. നമ്മുടെ ആവശ്യം വളരെ ന്യായമാണ്. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ജനപ്രതിനിധികളുടെയും യോഗം വിളിച്ചുകൂട്ടി അവരുടെ അഭിപ്രായം കൂടെ ആരായണം. അല്ലെങ്കിൽ റെയിലിനുണ്ടായ അനുഭവം ഈ അതിവേഗ പാതയ്ക്ക് ഉണ്ടാകും എന്ന് ഞാൻ അവരെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി. അരുൺ പൂപ്പറമ്പ, അതിവേഗ റെയിൽ കാസർഗോഡിലേക്ക് ഇല്ലാത്തത് വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കാസർഗോഡ് MP-യുടെ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം വരികയാണ്. കൂടുതൽ പ്രതികരണങ്ങൾ, പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടോ? സ്മൃതി, തീർച്ചയായും അതിവേഗ റെയിൽ പദ്ധതി നിലവിൽ പുറത്തുവന്ന വിവരം അനുസരിച്ച് അത് വിഭാവനം ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയാണ്. പദ്ധതി കാസർഗോട്ടേക്കില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനെതിരെയാണ് വ്യാപകമായിട്ടുള്ള പ്രതിഷേധം കാസർഗോട്ട് നിന്ന് ഉയരുന്നത്. കാസർഗോഡ് MP ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താനാണ് ആദ്യം ഇതിൽ പരസ്യമായ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഈ പദ്ധതി കാസർഗോട്ട് നീട്ടിയില്ലെങ്കിൽ വലിയ ബഹുജന പ്രതിഷേധത്തിലേക്ക് പോകും എന്ന മുന്നറിയിപ്പാണ് MP നൽകിയിട്ടുള്ളത്. ഈ ശ്രീധരനെ നേരിൽ കണ്ട് ഈ കാര്യം അറിയിക്കും എന്നതാണ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. കൂടുതൽ പ്രതികരണങ്ങൾ ജില്ലയിലെ ജനപ്രതിനിധികൾ, അത് രാഷ്ട്രീയ ഭേദമന്യേ തന്നെ LDF-ന്റെയും UDF-ന്റെയും ഒക്കെ ഭാഗമായിട്ടുള്ള MLA-മാരും സമാനമായിട്ടുള്ള പ്രതികരണവുമായി രംഗത്ത് വരുന്നുണ്ട്. നേരത്തെ വന്ദേ ഭാരത് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചപ്പോഴും അത് കണ്ണൂർ വരെയായിരുന്നു. പിന്നീട് പ്രതിഷേധത്തിനൊടുവിലാണ് കാസർഗോട്ടേക്കും മംഗളൂരുവിലേക്കൊക്കെ അത് നീട്ടുന്ന സാഹചര്യം ഉണ്ടായത്. നിലവിൽ തന്നെ കാസർഗോട്ട് വലിയ ഈ ട്രെയിൻ യാത്രാ ദുരിതം നേരിടുന്നുണ്ട്. പ്രധാനപ്പെട്ട പല ട്രെയിനുകളും യാത്ര അവസാനിപ്പിക്കുന്നത് കണ്ണൂരിലാണ്. അതോടൊപ്പം തന്നെ പല ട്രെയിനുകൾക്കും കാസർഗോട്ട് സ്റ്റോപ്പില്ലാത്ത സാഹചര്യമുണ്ട്. ഇതിനൊക്കെ ഈ പ്രത്യേകിച്ച് നിലവിൽ ഈ അതിവേഗ റെയിൽ പദ്ധതി കാസർഗോട്ടേക്ക് നീട്ടാത്തതിന് കാരണമായി പറയുന്നത് ഈ കാസർഗോട്ടേക്ക് വരുമാനം കുറവാണ്. അതോടൊപ്പം ഹാൾട്ടിങ്ങിന് ഉൾപ്പെടെ ഇവിടെ സൗകര്യക്കുറവുണ്ട് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതൊരു പുതിയ പദ്ധതിയാണ്. സ്വാഭാവികമായും അത്തരം സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കാൻ വേണ്ടി സാധിക്കും. അതൊരുക്കി കാസർഗോട്ടേക്ക്, അതായത് കേരളത്തിന്റെ അതിർത്തി കണ്ണൂരല്ല കാസർഗോഡാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ. DPR തയ്യാറാക്കുന്ന ഘട്ടത്തിൽ കാസർഗോഡ് കൂടി ഉൾപ്പെടുത്തിയില്ലെങ്കിൽ വലിയ പ്രതിഷേധം ഉണ്ടാകും എന്നതാണ് മുന്നറിയിപ്പ്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.